കുറച്ചു പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ചന്ദനം വളർത്തി കഴിഞ്ഞാൽ മുറിക്കാൻ പറ്റത്തില്ല, മുറിച്ചു കഴിഞ്ഞാൽ കേസാവും, ഫോറസ്റ്റുകാർ വന്ന് കേസ് എടുക്കും, നമുക്ക് അതിന്റെ പൈസ കിട്ടത്തില്ല. ഈ തൈ നടുമ്പോൾ ഇത് സൈഡിലെല്ലാം മണ്ണ് ഒട്ടി തന്നെ നിൽക്കണം. ഇതിപ്പം നട്ടു, ഇത് നട്ട് ഒരു 15-20 കൊല്ലം കഴിഞ്ഞ് നമുക്കിത് മുറിക്കണം. എന്താണ് അതിന്റെ നിയമവശം? ഇതിന് വേരിന് പൈസ, വെള്ളത്തടിക്ക് പൈസ, തൊലിക്ക് പൈസ, പിന്നെ അതിന്റെ എല്ലാത്തിനും ചില ഇല ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കിലോയ്ക്കാണ് ഇതിന്റെ വില വരുന്നത്. ഇതുകൊണ്ട് നട്ട് കഴിഞ്ഞിട്ട് ഇതിനെ തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടത്തില്ല. കുറെ നാൾ കഴിഞ്ഞ് നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മുടെ മക്കൾക്കെങ്കിലും ഇത് പ്രയോജനപ്പെടും. സ്വർണത്തെക്കാൾ മൂല്യമുണ്ട് ഈ സാധനത്തിന്. എല്ലാവർക്കും നമസ്കാരം. ദാണ്ടെ എന്റെ കയ്യിരിക്കുന്ന സാധനം കണ്ടോ, രാജാവാണ്, രാജാവ്. ഇത് രാജകീയ വൃക്ഷമായ ചന്ദനത്തൈയാണ്. ദാണ്ടെ എന്റെ ഈ പുറകിൽ കാണുന്ന ഒരു ബോർഡുണ്ട്, രാജകീയ വൃക്ഷം വാർത്തു കൈ നിറയെ സമ്പാദിക്കും. എനിക്ക് പറയാനുള്ള ഈ ചെറുപ്പക്കാരോടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇതേലത്തെ ഒരെണ്ണം വാങ്ങിച്ച് നട്ടു കഴിഞ്ഞാൽ ഒരു 15-20 വർഷം കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റും. അതാണ്ട് എൻ്റെ ഇരിക്കുന്ന ഈ ഒരു ഒറ്റ ചെടിക്ക് 200 രൂപയാണ്. അതായത് ചെടി മാത്രമല്ല, ഇതിന്റെ വളം ഉൾപ്പെടെ കൊണ്ടുവന്ന് നട്ടു തരുന്നതിന് 200 രൂപയെ ചിലവുള്ളൂ. നമുക്ക് എത്ര വേണമെങ്കിലും നടാം. പിന്നെ കുറച്ചു പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ചന്ദനം വളർത്തി കഴിഞ്ഞാൽ മുറിക്കാൻ പറ്റത്തില്ല, മുറിച്ചു കഴിഞ്ഞാൽ കേസാവും, ഫോറസ്റ്റുകാർ വന്ന് കേസ് എടുക്കും, നമുക്ക് അതിന്റെ പൈസ കിട്ടത്തില്ല. ഒട്ടനവധി തെറ്റിദ്ധാരണകൾ നമുക്കിടയിലുണ്ട്. അപ്പം അതെല്ലാം തീർത്തു കൊടുക്കാനുള്ള ഒരു വീഡിയോ ആണെന്ന്. നമ്മുടെ കൂടെ നിൽക്കുന്നത് അഖിലാണ്. അഖില് ഇത് നമുക്ക് ഫിക്സ് ചെയ്ത് തരുന്ന ഒരു കർഷകൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ ചന്ദനത്തെക്കുറിച്ചും ഈ ചന്ദനം നട്ടു കഴിഞ്ഞാലുള്ള നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നും ഇതിന്റെ നിയമവശങ്ങൾ എന്താണെന്നും അഖില് നമുക്ക് പറഞ്ഞു തരും. അഖിലേ, നമസ്കാരം. അപ്പം ഇതിനകത്ത് ഒരുപാട് പേർക്ക് കുറെ തെറ്റിദ്ധാരണകളുണ്ട് ചന്ദനത്തെ കുറിച്ച്. ഇത് മറയൂര് DF ഓഫീസിന്റെ മുമ്പിൽ വെച്ചേക്കുന്ന ഒരു ബോർഡാണ് ഈ ഒരു ബോർഡ്. ഈ ബോർഡ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച എന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിയമപ്രകാരം തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് അവിടെ എല്ലാവർക്കും പോയി ഇതിനെപ്പറ്റി അറിയാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അത് ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് ഇവിടെ ജസ്റ്റ് നമുക്ക് ഈ വീഡിയോയിൽ എല്ലാവർക്കും ഒന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ഇതെന്തിനാണ്, എന്തുകൊണ്ടാണ്, ഏതൊക്കെ രീതിയിലാണ് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് ചിന്തിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, എന്നോടൊപ്പം വളർന്നു വരുന്ന മറ്റു ആൾക്കാരെയും പൈസ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഒരു സേവിങ്സ് ആണ്. തീർച്ചയായിട്ടും സ്വർണം വാങ്ങിക്കുന്ന പോലെ അതിനേക്കാളും ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പം നട്ടു, ഇത് നട്ട് ഒരു 15-20 കൊല്ലം കഴിഞ്ഞ് നമുക്കിത് മുറിക്കണം. എന്താണ് അതിന്റെ നിയമവശം? ഇതിന്റെ നിയമവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആധാരമുള്ള വസ്തുവിലേ ഉള്ളൂ ഇത് നടാൻ പറ്റുള്ളൂ. അതിന്റെ ആധാരത്തിന്റെ കോപ്പി, കരടച്ച രസീത്, മറ്റ് നമ്മുടെ ആധാർ കാർഡ് ഇതൊക്കെ വെച്ച് ഒരു അപേക്ഷ കൊടുക്കണം. DF ഓഫീസിൽ ഒരു അപേക്ഷ കൊടുക്കണം. എൻ്റെ പുരയിടത്തിൽ ഇത്ര ഇഞ്ച് വണ്ണമുള്ള ഇത്ര ചന്ദനമരം നിൽപ്പുണ്ട്, അത് മുറിച്ച് നീക്കി മൂല്യമുള്ള അർഹതപ്പെട്ട പണം നൽകണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുമ്പോൾ സോഷ്യൽ ഫോറസ്റ്റിന്റെ ഓഫീസറും ഒക്കെ വന്ന് അവിടെ വന്ന് ചന്ദനമരം കാണുകയും അതിന്റെ ഡീറ്റെയിൽ എടുത്ത് അവർ സ്ഥല ഉടമയായിട്ട് എഗ്രിമെന്റ് ചെയ്ത് ഇവർ DFOയിലേക്ക് ഇത് എഗ്രിമെന്റ് ചെയ്തതിന് ശേഷം വേരോട് കൂടി ഇത് പിഴുതെടുക്കുക. അപ്പൊ എല്ലാത്തിനും വേരോട് കൂടി പിഴുതെടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് വേരിന് പൈസ, വെള്ളത്തടിക്ക് പൈസ, തൊലിക്ക് പൈസ, പിന്നെ അതിന്റെ എല്ലാത്തിനും ചില ഇല ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കിലോയ്ക്കാണ് ഇതിന്റെ വില വരുന്നത്. അങ്ങനെ അത് വേരോട് കൂടി പിഴുതെടുത്തോണ്ട് പോയി ആദ്യമത്തെ 2 തവണയായിട്ടാണ് പൈസ കൊടുക്കുന്നതായിട്ടാണ് എൻ്റെ അറിവ്, എനിക്ക് ലഭിച്ചേക്കുന്ന അറിവ്. അത് വെച്ച് 50% പൈസ ആദ്യമേ, ബാക്കി പൈസ ലേലം കഴിച്ചിട്ട് നമുക്ക് തരും. അപ്പൊ അവര് എടുക്കുന്ന പൈസ എങ്ങനെ വെച്ചാൽ ടാക്സും ഇവര് വന്ന് വെട്ടി എടുത്തോണ്ട് പോകുന്നതിന്റെ ചെലവും കഴിച്ച് ബാക്കി പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ചന്ദനത്തിന് നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ ഉള്ള പ്രൊസീജിയേഴ്സ്. ഇതൊക്കെയാണ് കാര്യം. ഫോറസ്റ്റുകാർ അറിയാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ട് വരെയുണ്ട്. നമ്മൾ മുറിക്കുകയോ അല്ലെ മറിഞ്ഞ് വീഡിയോ ചെയ്താൽ അവരെ അറിയിക്കണം. ഓക്കെ, അപ്പം ഇത് നട്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിങ്, എങ്ങനെയാണ് ഇത് നടുന്നതും കാര്യങ്ങളും? നമ്മൾ ഇതൊരു പരജീവി സസ്യ. അപ്പം ഇതിന് വേണ്ടത് മറ്റു സസ്യങ്ങളുടെ കൂടെ ഉള്ളത് വളരുകയുള്ളൂ. അത് കൂടാതെ സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ഇതിനാവശ്യം. അതുകൂടാതെ ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഫംഗസ് പരമായ രോഗങ്ങളൊക്കെയാണ് ഇതിന് നേരിടുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചെങ്ങനെ വെച്ചാൽ കൂടുതൽ ഇതിനെപ്പറ്റി ചെയ്തവരൊക്കെ അടുത്ത് പോയി ഇരുന്ന് പഠിക്കുകയും ഇതിൻ്റെ ടെക്നോളജി വെച്ചാൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നൈട്രജൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രോത്ത് ആയി വരും. കാതിൽ കിട്ടണമെങ്കിൽ മറ്റ് മരങ്ങൾ, അതായത് 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ വേറൊരു ഹോസ് പ്ലാന്റ് കൂടി മാറ്റി വെച്ച് ഇതിനെ വളർത്തിയെടുത്തുകൊണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു 15-20 വർഷം ആ ഒരു സമയം കൊണ്ട് തന്നെ കാതിലും കൂടി കിട്ടുന്ന രീതിയിൽ നമുക്കൊരു വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റും. അപ്പം വെള്ളത്തടിയാക്കി വിൽക്കുന്നെങ്കിലും പൈസ കിട്ടും, കാതിൽ വെച്ച് വെയിറ്റ് ചെയ്താൽ കാതിലും കൂടി കിട്ടിയിട്ട് വെട്ടി വിറ്റാലും പൈസ കിട്ടും. അല്ല, ഞാനിപ്പം നിങ്ങളുടെ കുറെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. കൂടുതൽ നെഗറ്റീവ് കമന്റ്, അറിവില്ലായ്മയാണ്. അപ്പൊ ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും നമ്മൾ ഈ ഫ്ലെക്സ് ചെയ്തത്. ഇത് കേട്ടോ,
ഞാൻ ഈ പുള്ളിയുടെ കുറെ വീഡിയോകൾ കണ്ടിരുന്നു. അപ്പം ഇതിനകത്തൊക്കെ പുള്ളിയെ തെറി പറയുക, പുള്ളി ഇവൻ ഫ്രോഡാണെന്ന് പറയുക, ഇത് മുറിച്ച് വിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല, അത് 100 കൊല്ലം എടുക്കും എന്നൊക്കെ ഒരു ചിന്താഗതിയാണ് അവർക്ക്. അതൊക്കെ തെറ്റാ. അതെന്താ ഈ 100 കൊല്ലം എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഇതുകൊണ്ട് നട്ട് കഴിഞ്ഞിട്ട് ഇതിനെ തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടത്തില്ല. ഇതിന് നല്ല പ്രോപ്പറായ വളമിടണം, ഇതിനെ നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ വരുമാനം കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇതിനകത്ത് എന്തൊക്കെ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മള് കുഴിയെടുത്തു, ഇനി നമ്മൾ വളം ഇടാൻ പോവാ. വളം എന്ന് പറഞ്ഞാൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ചാണകം, ജൈവ പൊട്ടാഷ്, ഇത്രയും കാര്യങ്ങൾ ചേർന്നിട്ടുള്ള വളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആദ്യം ഒരു പിടിയിട്ട് മണ്ണ് മൂടി 2 ലെയറിലായിട്ട് വളം ഇടുന്നതേ. വീണ്ടും മണ്ണിട്ട് മൂടി അതിന്റെ പുറത്ത് വീണ്ടും ഒരു ചെറിയ മണ്ണിടുക. അതിനുശേഷം തൈ നടുക. ഈ തൈ നടുമ്പം ഇത് സൈഡിലെല്ലാം മണ്ണ് ഒട്ടി തന്നെ നിൽക്കണം, അല്ലെങ്കിൽ വേരിറങ്ങി ഓടാൻ നേരം ആകുമ്പോൾ ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഇട്ട് മണ്ണ് കൂന കൂട്ടി കൊടുക്കുക. ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ തുമരപ്പയർ മുളപ്പിച്ചിട്ട് ഇതിന്റെ ചോട്ടിലും വെക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. അല്ല, അതുപോലെ ഞാൻ ഒരു കാര്യം ചോട്ടെ, ഈ നട്ട് കഴിഞ്ഞിട്ടേ ഇത് നമുക്ക് ഇതിന്റെ പരിസരത്ത് എന്തൊക്കെ നടാം ഇതിന് ചുറ്റും? അതായത് എന്തെങ്കിലും ഇല്ലാതെ വളരത്തില്ല? ഇല്ല, നമുക്ക് ഇതിന് ഇപ്പൊ നമ്മൾ വെച്ച് കൊടുക്കുന്നത് തുമരപ്പയറിന്റെ വിത്താ. അതിനുശേഷം 2 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 5 വർഷം ഫോളോ അപ്പ് ഉണ്ടാകുന്നത്. 5 വർഷം ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് കയറ്റിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നത്. അപ്പം വെച്ച് കഴിഞ്ഞതിന് ശേഷം തുമരപ്പയർ മുളപ്പിച്ചിട്ട് വെക്കുക. അതിനുശേഷം 2ാം വർഷം നെല്ലി, ആര്യവേപ്പ്, അങ്ങനെയുള്ള പ്ലാന്റ്സുകളും. നിങ്ങളിതിപ്പം ഞാനൊരു 100 തൈ നടുക, എനിക്ക് 100 തൈ വേണം, ഞാനൊന്ന് നട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇത് ഫോളോ ചെയ്യും? ഞങ്ങൾ വന്ന് കുഴിയെടുത്ത് വളവിട്ട് നട്ടുവെച്ച് തരും. അതിനുശേഷം 3-4 മാസം കൂടുമ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കസ്റ്റമറെ വിളിച്ച് ഇതിന്റെ പ്രോപ്പർ വളങ്ങൾ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇതിന് എന്തെങ്കിലും ദോഷമോ കാര്യം 50 എണ്ണത്തിന് മേളിൽ എടുക്കുന്നവർക്ക് റീപ്ലേസ്മെന്റ് വാറന്റിയോട് കൂടി ഞാൻ കസ്റ്റമർക്ക് വെച്ച് കൊടുക്കുന്നു. കാരണം അവർ തരുന്ന 1 രൂപ പോലും അവർക്ക് നഷ്ടം വരരുത്. കാരണം പുതിയൊരു ആശയമാണ്. അപ്പൊ നമ്മുടെ കമ്പനിയെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് കസ്റ്റമർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരോടൊരു മാന്യതയും അന്തസ്സോടെ നിന്ന് വേണം ആ കാര്യങ്ങൾ കൊണ്ടുപോകുക. അതിനുവേണ്ടി നമ്മൾ അവർക്ക് റീപ്ലേസ്മെന്റ് വാറന്റിയോട് കൂടിയാണ് 2 വർഷത്തിൽ ഒറ്റ തവണയാണ് റീപ്ലേസ്മെന്റ് കൊടുക്കുന്നത്. അതോടുകൂടിയാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിയുമ്പം വെച്ചതിന് ശേഷം നമ്മളൊരു 3-4 മാസം കൂടുമ്പോൾ കസ്റ്റമറെ വിളിക്കും. ഇത് സാർ ഇന്ന പോലെ വളം ചെയ്യണം, ഇന്നതാണ് വളം, നിങ്ങൾക്ക് ആളില്ലെങ്കിൽ ഞങ്ങൾ വന്ന് ചെയ്തു തരാം, അതല്ലെങ്കിൽ നിങ്ങൾ നോർമലുള്ള സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ വളക്കടയിൽ നിന്നോ ഇത് ഞങ്ങൾ പറയുന്ന വളം, അത് ഏത് കമ്പനി ആയിക്കോട്ടെ, ആ പറയുന്ന വളങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുക. അല്ല, ഇപ്പം നിങ്ങളിപ്പോ ഈ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആ ടൈപ്പുള്ള വളവേ ഇടാവൂ ഇതിന്? ചുമ്മാ കാണുന്നതൊക്കെ വലിച്ചു പറഞ്ഞ ഇതിനെ വളരെ വൃത്തിയായിട്ട് കെയർ ചെയ്യണം. നല്ല ഒരു ഉണ്ടാകുന്ന കുഞ്ഞിനെ എങ്ങനെയാണോ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് കയറ്റിക്കൊണ്ട് വരുന്നത്, അതുപോലെ വേണം ഇതിനെ കെയർ ചെയ്യാൻ. ഇപ്പം നമ്മൾ ഈ വെറ്റ കൃഷിക്കൊക്കെ എങ്ങനെയാണ്? കാര്യം ഒരാളുടെ ഒരു പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിലും നല്ല വൃത്തിശുദ്ധിയൊക്കെ കാണും. അതുപോലെ തന്നെ കേട്ടോ, പ്രേക്ഷകരോട് പറയാനായിട്ട്, നമ്മളിപ്പോ ഒരു ചന്ദനം നട്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കുഞ്ഞാണെന്ന രീതിയിൽ ഇതിനെ കെയർ ചെയ്യണം. ഇതൊന്നും ചെയ്യാത്തവരാണ് ഈ കുറെ നെഗറ്റീവ് കമന്റ് വിട്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. എൻ്റെ സുഹൃത്തുണ്ട്, ഫോറസ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പുള്ളിയോടൊക്കെ ചോദിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരൻ എന്നെ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ എൻ്റെ സുഹൃത്തുണ്ട്. അപ്പം ഞാനൊന്ന് ചോദിച്ചതിന് ശേഷം വളരെ വ്യക്തമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എനിക്ക് നല്ല വൃത്തിയായിട്ട് ഇതിന്റെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പം എന്റെ പുറകിലൊരു എഴുതിയിട്ടുണ്ട്. എന്താ സംഭവം? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അകത്ത് അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാ. ഇത് പൂറായിട്ട്, അതായത് ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുന്ന കാര്യങ്ങളാണിത്. ഇത് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്ന കാര്യം, ഇത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, ഭയങ്കര ഫിനാൻഷ്യലി ഗ്രോത്ത് ആയിട്ടുള്ള ആൾക്കാരും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ 3 കാറ്റഗറിയിലും പെടുന്ന ആൾക്കാരുടെ ലോകത്താണ് നമ്മളും ജീവിക്കുന്നത്, സൊസൈറ്റിയിലാണ് നമ്മളും ജീവിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇവരിലേക്ക് എത്താൻ ശ്രമിക്കും, അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ് ക്രിയേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാരെ നമ്മൾ ഇവിടെ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ്. അത് ഇപ്പോഴല്ല, നാളെയല്ല, ഒരു 20-15-20 വർഷം കൊണ്ട് മതി. ആയിക്കോട്ടെ, മനസ്സിലായോ? ഇവര് ചെയ്യുന്നൊരു ദൗത്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കാശ് കിട്ടുന്നുണ്ട്, ഇവരുടെ വെച്ചു പിടിപ്പിച്ചു പോയി എന്നുള്ള രീതിയിലല്ല. പാവപ്പെട്ട ഒരുത്തനെ റിച്ച് ആക്കുന്ന രീതിയിലുള്ള ഒരു
ഒരു ഹെൽപ്പോടാണ് ഇവർ ചെയ്യുന്നത്. കാര്യം ഒരു 10-15 വർഷം കഴിഞ്ഞാൽ 20 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പറയുന്ന ഈ 200 രൂപ മുടക്കിയാൽ ഇത് 200 രൂപയ്ക്ക് തൈ മാത്രമല്ല, അവർ വന്ന് ഫിക്സ് ചെയ്ത് അതിനുള്ള വളങ്ങളും എല്ലാം ചെയ്തിട്ട് പോയി 3 മാസം കൂടി ഇരിക്കുമ്പോൾ അവരത് സോൾവ് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മളിപ്പോൾ ഒരു 100-100 തൈ നട്ട് പോട്ടെ 10 രൂപ പോയാലും ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ഒരു ഈ പറയുന്നത് നമുക്കൊരു ഇൻകം ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞ് നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മുടെ മക്കൾക്കെങ്കിലും ഇത് പ്രയോജനപ്പെടും. സ്വർണത്തെക്കാൾ മൂല്യമുണ്ട് ഈ സാധനത്തിന്. അപ്പം നിങ്ങൾ എവിടൊക്കെ കൊണ്ട് ചെയ്തു കൊടുക്കും? ഞങ്ങൾ കേരളത്തിലെ 14 ജില്ലയിലും എനിക്ക് കസ്റ്റമർ ഉണ്ട്. ഒരു റിട്ടയർഡ് ജഡ്ജി ഉൾപ്പെടെ പോലീസുകാർ ഉൾപ്പെടെ എല്ലാ എണ്ണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരിലേക്ക് വരെ നമ്മുടെ വീഡിയോ കണ്ട് റീച്ചായി ഒരുപാട് പേരിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. ചെല്ലുമ്പോൾ മിക്കവർക്കും ചന്ദനവുമായി ബന്ധപ്പെട്ട് ഓരോരോ ചന്ദനത്തൈ വെച്ചിട്ട് 2-3 കൊല്ലമായിട്ട് വെച്ചോടി ഇരിക്കുക. അപ്പോൾ അതും നമ്മൾ വളം ചെയ്ത് കെട്ടിക്കൊണ്ട് വരിക. അവനെ നമ്മുടെ കൂടെ കൂട്ടി അതിന് വേണ്ട ഹോസ്പിറ്റൽ എല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മളും കൂടെ കൂട്ടിക്കൊണ്ട് വരിക. അപ്പം നമ്മൾ ചെയ്ത് ഇതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എവിടെയൊക്കെ ചന്ദനം നിൽക്കുന്നറിയാവോ. സാധാരണ ആൾക്കാരിലേക്ക് ഇത് എത്തിപ്പെടുന്നില്ല. ഒരു മനുഷ്യന് ഇതിനെപ്പറ്റി എല്ലാവർക്കും റിസ്ക് എടുക്കാൻ പേടിയായതുകൊണ്ടും ഒക്കെ ഒരു ഇത് പേടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഈ 2 ബുക്കും കണ്ടു. ഈ രണ്ട് കാര്യം, ഇത് റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്ന ഒരുപാട് കമ്പനികളുടെ ഓണറായിട്ടുള്ള ഒരാളുടെ ബുക്കാണ്. ആ ബുക്കിനകത്ത് പറഞ്ഞ കാര്യം നമ്മളിവിടെ ഫ്ലെക്സ് അടിച്ചു വെച്ച് ഈ തോട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുക. അതുപോലെ ആ മറയൂര് ഫോറസ്റ്റ് ഓഫീസിന് ഫ്രണ്ടിൽ എഴുതി ഒട്ടിച്ചു വെച്ചേക്കുന്ന സാധനമാണിത്. ഇത് അറിയണമെങ്കിൽ അവിടെ പോകേണ്ടി വരും. ഇത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഇതുപോലെ മറ്റുള്ള വെച്ചാൽ ഇപ്പോൾ ഒരു കസ്റ്റമർ 200 രൂപ നമുക്ക് തരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ അസറ്റ്. അയാൾ ഒരു ദിവസം ജോലി ചെയ്തതിൻ്റെ ഒരു വീതം നമുക്ക് തരുക. അതൊരു തൈയാക്കി നമ്മളിവിടെ വെക്കുന്നു. അദ്ദേഹത്തിന് അസറ്റിൽ നിന്ന് അദ്ദേഹത്തിന് ഇൻകം വരിക 15-20 വർഷം കഴിയുമ്പോൾ. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? അയാൾക്ക് വേറെ ജോലിയോ മറ്റു കാര്യങ്ങളോ ചെയ്യാം. അയാൾക്ക് വേണ്ടി അയാളുടെ വീട്ടിൽ ഇരുന്ന് ചന്ദനമരം ഇരുന്ന് പണിയെടുക്കുന്നു. അതെ, മനസ്സിലായോ? ഒരു ചന്ദനമരത്തിൽ നിന്ന് നല്ലൊരു അത്യാവശ്യം നല്ലൊരു തുക കിട്ടും. ആ തുക 10 ആയാൽ കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? അതെ, മനസ്സിലായോ? അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് നമുക്കിപ്പം ഈ പറയുന്ന ഗോൾഡ് ഇതുപോലൊക്കെ വാങ്ങിച്ച് നമ്മൾ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിച്ച് വെക്കുന്നുണ്ട്. അത് ലോക്കറിൽ കൊണ്ട് വെക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, അതവിടെ ഇരിക്കുന്നു. സ്വർണത്തിന് ചിലപ്പം വില കൂടി ഈ പറയുന്ന കണ്ടമാനം പൈസ ഒന്നും കിട്ടത്തില്ല. പക്ഷേ ചെറിയൊരു പൈസയ്ക്ക് നമ്മൾ ഇതേലത്തെ ഒരു 10-100 തൈ വാങ്ങിച്ചു വെച്ചാൽ ഉറപ്പായും 15 കൊല്ലം കഴിഞ്ഞാൽ 20 കൊല്ലത്തിനകം നിങ്ങൾ ഫിനാൻഷ്യലി ഈ പറയുന്ന പോലെ റിച്ച് ആയിരിക്കും എന്ന് 100% ഉറപ്പാണ്. അപ്പം കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവർ ഈ ചന്ദനത്തൈ കൊണ്ടുവന്ന് നട്ട് അത് നിങ്ങൾക്ക് അതിൻ്റെ വളവും ചെയ്തു തരും. അപ്പം ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലിടാം. ഈ പറയുന്നത് നിങ്ങൾ ചുമ്മാ വെക്കുന്നേ, നഷ്ടമൊന്നുമില്ലല്ലോ. 200 രൂപയുടെ കാര്യമല്ല ഒരു വെറുതെ വെക്കുന്നേ. പിന്നെ ഈ നെഗറ്റീവ് കമൻറ്റ് എടുത്താൽ പറയുക അറിയാമേ ചുമ്മാ കടന്നു ഇങ്ങനെ കുറയ്ക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ എന്തിനാണ് ഇവർ നല്ലൊരു സഹായമാണ് ചെയ്യുന്നത്. അവർ ബിസിനസ്സാണ് ചെയ്യുന്നത്, അവർക്ക് അതിൻ്റെ ലാഭം കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിവില്ലാതെ ഒരാളും കമൻറ്റ് ഇടരുത്, ദൈവത്തെ ഓർത്ത് പ്ലീസ്.